ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ഇപ്പോഴും തുടരുകയാണ്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് തോന്നിയ ഒരു ചുരുക്കം നിമിഷങ്ങൾ, ഈ 8 ദിവസത്തിനിടയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പെഷസ്ക്യാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല, ഞങ്ങൾ ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു എന്ന ഒരു പ്രസ്താവന. അതായത് 8ാം ദിവസം ഈ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അയവ് വരുമോ എന്ന് തോന്നിയ സാഹചര്യം. അവിടെ അങ്ങേയറ്റത്തെ പരിഹാസമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ ലൂസറായി മാറി ഇറാൻ എന്ന് പരിഹസിച്ചുകൊണ്ട് അവിടെ ഇന്നത്തെ ദിവസം നിർണായകമാണ്, ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഇറാനെ നിർണയിക്കും എന്ന ഭീഷണി ട്രംപ് മുഴക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തരത്തിലും ഒരു സമാധാനത്തിലേക്കും കാര്യങ്ങൾ എത്തരുത് എന്ന വാശിയാണോ ട്രംപിന്? റണിക, സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഒരേ സമയത്താണെങ്കിലും നമ്മൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഡിഫറെന്റ് ടൈമിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാലത്ത് എണീറ്റ് വരും, നിങ്ങൾക്ക് സൂര്യ അസ്തമയത്തിലേക്ക് പോവുകയാണ്, റൈറ്റ്? എന്ന് പറഞ്ഞു പോണക്ക് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കയ്യിൽ ചില മാർഗങ്ങൾ, അല്ലെ ചില സ്ട്രാറ്റജി, ചില തന്ത്രങ്ങളുണ്ട്. അതിനെ എങ്ങനെ ഔട്ട് ബീറ്റ് ചെയ്യാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 ദിവസം കഴിയുമ്പോൾ ഏകദേശം 1400-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിനകത്ത് 99% അല്ലെങ്കിൽ 98% ഇറാനിൽ നിന്നാണ്. ഹെവി ബോംബാർഡ്മെന്റ് ചെയ്ത് ഇറാനെ നിഷ്പ്രഭമാക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ പോയി. ഇന്ന് കാലത്ത് നമ്മൾ ഇവിടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരം കേൾക്കുന്നത് ഇറാന് ഇൻഡയറക്ട്ലി ഒരു ക്ഷമാപണം അയൽ രാജ്യങ്ങളോട് ചെയ്യുകയും നമ്മൾ സുന്നി ഷിയ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ലാതെ, അത് പറയാതെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, അമേരിക്കയും ഇസ്രായേലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്, അപ്പൊ അതുകൊണ്ട് അത് വേറെ ഒരു കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഹ്വാനം ചെയ്യുകയും, എന്നാൽ അതിന് മറുപടിയായിട്ട് അമേരിക്കയും ഇസ്രായേലും എന്താണ് പറയുന്നത്? അതിശക്തമായ, ഇതുവരെ കാണാത്ത അടുത്ത സ്ട്രൈക്ക്, വേവ് ഓഫ് ക്യാമ്പയിന് ഒഫൻസീവായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആളുകൂടിയാണ്. അപ്പം എതിരാളി വീക്ക് ആണെന്ന് കാണുവാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടെ ഇറുക്കി പിടിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പം ഇറാൻ വീക്ക് ആയതിന്റെ ഒരു ലക്ഷണമാണ് അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം എന്തുകൊണ്ട് ഇറാൻ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞു പോണെങ്കിൽ തന്നെ അവിടെ ഒരു റീജിയണൽ കോയിലേഷൻ ഉണ്ടാക്കുകയും പലപ്പോഴും അവർ ആ ഒരു സെന്റൻസ് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോഴും അമേരിക്കയിലും യൂറോപ്പിൽ ഇരുന്ന് വിശകലനം ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ പറയും, നോക്കിയേ സൗദി, ഖത്തർ, അവിടെയുള്ള സ്ഥലങ്ങൾ, ദുബായ് ഒക്കെ നോക്കിക്കേ, അവിടെയൊക്കെ അയൽ രാജ്യങ്ങളിൽ ഇറാനിലും അല്ലെങ്കിൽ ഇറാഖിലും അല്ലെങ്കിൽ ലിബിയയിലും സിറിയയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അവർ അങ്ങോട്ട് കയറ്റണില്ല? ഇവരെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് വിടുന്നത്, അമേരിക്കയിലേക്ക് വിടുന്നത്. സോ ദേ ആർ എക്സ്പോർട്ടിംഗ് ദ പ്രോബ്ലം എന്നൊരു കമന്റ് പറയുമായിരുന്നു, റൈറ്റ്? അപ്പൊ അതിനൊരു മറുപടിയായിട്ട് ആ 12 രാജ്യങ്ങൾക്കും ഒരു മെസ്സേജ് കൂടിയാണ്, അയൽക്കത്തെ പ്രശ്നം അയൽക്കത്തെ മാത്രമായിരിക്കത്തില്ല, അവർക്കൂടെ ആയിരിക്കും ഒരു പ്രോബ്ലം എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു. കാരണം ഇതുവരെ ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കംപ്ലീറ്റ് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു അവരുടെ ഒരു ബോർഡർ വെച്ചിട്ട് ആ ബോർഡർ വളരെ സെക്യൂർ ആണ്, സേഫ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അയൽക്കത്തേക്ക് ഇടപെടാതെ, ഡയറക്റ്റ് ആയിട്ട് ഇടപെടാതെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. മേ ബി അതിന് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഇനി മൂവിംഗ് ഫോർവേഡ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വേൾഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നതിന് പകരം എല്ലാവരും പറയാനായിരിക്കുന്നത് ഞാൻ, എന്റെ രാജ്യം, എന്റെ ലോകം എന്ന് മാത്രമാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് യൂറോപ്പ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ആ സ്ട്രാറ്റജികൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സംഹൗ ലോകത്തിൽ ഇന്നൊരു അഡൾട്ടിന്റെ കുറവുണ്ടോ എന്നൊരു സംശയവും ഉണ്ട്, ഞാൻ ഇൻഡിപെൻഡന്റ്ലി പറയുകയാണെങ്കിൽ. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു അഡൾട്ട് വരും, അവരാണ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിസ്സിങ് എന്താ പറയുക, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ലോകത്തിന് മിസ്സാവുന്നു എന്നുള്ളതോടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് പറയുമ്പം ഇതാണ്, ആദ്യമുള്ള ഇന്റൻസീവ് സ്ട്രൈക്ക് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ അവർ ഇൻലാൻഡ് ഇറാനിലേക്ക് കടന്നു വന്ന് ഇൻക്ലൂഡിംഗ് പോലീസ് സ്റ്റേഷൻ പോലെയുള്ള സെക്കൻഡ് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ സെന്ററുകളുടെ അടിച്ചു തകർക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിഷ്പ്രഭമാക്കാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് പോകുന്നത്. കുർദിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ട്ലി ആഹ്വാനം ചെയ്യുന്നുണ്ട്.
come and grab, this is a great opportunity, this is a once in a lifetime opportunity for you എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തുമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ ഇൻഡയറക്ട്ലി അമേരിക്കയും ഇസ്രായേലിനെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്, കം ആൻഡ് ഗ്രാബ് മീ, ഇൻലാൻഡിലേക്ക് വരൂ, കരയുദ്ധത്തിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ. എന്നാൽ അത് എന്തുമാത്രം ഇതാകും എന്നുള്ള ആ വിളി അമേരിക്ക എന്തുമാത്രം സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അമേരിക്കയുടെ ശക്തി കുറവായതുകൊണ്ട്, സ്ട്രെങ്ത് കുറവായതുകൊണ്ടോ അല്ല, പക്ഷെ കാലം തെളിയിച്ചിരിക്കുന്നത് അത് ഇസ്രായേൽ ഗാസ പ്രശ്നമാണെങ്കിലും പാലസ്തീൻ പ്രശ്നമാണെങ്കിലും അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോണക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർന്നില്ല. ഈവൻ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ വിചാരിച്ചു ആദ്യം ഒരു മാസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു, അതിപ്പോ 4 വർഷം കഴിഞ്ഞു. അപ്പൊ പലപ്പോഴും തുടങ്ങുന്ന പോലെ എളുപ്പമായിരിക്കത്തില്ല അതുകൊണ്ട് കരയുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പോലും ട്രംപിന്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് ദുരൂഹമായി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ PJ വിൻസെന്റ്, നോക്കൂ, അൺകണ്ടീഷണൽ സറണ്ടർ ആണ് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ ആണ്. അവിടെ ഇറാൻ ഈ യുദ്ധം തുടങ്ങി 8ാം ദിവസം അവരുടെ തിരിച്ചുപോക്ക് പ്രകടിപ്പിക്കുകയാണോ? അവർക്കാകെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ബേസ് ഉള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്താൻ കഴിഞ്ഞ ആക്രമണമാണ്. അത് തെറ്റായി പോയി എന്ന് ഇറാൻ സമ്മതിക്കുമ്പോൾ അത് ഒരു പിൻവലിയലാണോ? അല്ല, ഇറാൻ ഒരു ശക്തി കുറഞ്ഞ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോടും മേഖലയിലെ സൈനിക സൂപ്പർ പവറായ ഇസ്രായേലിനോടുമായിട്ടാണ് അവർ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സാമ്പ്രദായികമായ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമീപനം അവർക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ നിർണായകമായ തകർക്കാനും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ താഡ് ഡിഫൻസ് സിസ്റ്റം മില്യൺസ് ഓഫ് ഡോളേഴ്സ് വിലമതിക്കുന്ന ഒരു സംവിധാനമാണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ആണ്. അത് ഉയർന്ന ആ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതുപോലെ സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കയുടെ എംബസി തകർത്തു, അവർ എംബസി അടച്ചുപൂട്ടി. കുവൈറ്റിലെ എംബസി അടച്ചുപൂട്ടി. അവരുടെ വിവിധ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. നിലവിൽ 14 രാജ്യങ്ങളാണ് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായത്. അതിൽ സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾക്ക് പുറമെ, സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ പൊതുവിലും സൗദി അറേബ്യ വിശിഷ്യ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനുമായിട്ട് ശീതയുദ്ധത്തിലാണ്. അതിൽ സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധം വളരെ കഠിനമായ തലത്തിലാണ് കഴിഞ്ഞ 47 വർഷമായി നിലനിൽക്കുന്നത്. അതുപോലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ 6 രാജ്യങ്ങൾക്കും സമാനമായ ആശങ്കയുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാനൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ രാജ്യങ്ങൾക്ക് എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയേ സാധിക്കുകയുള്ളൂ. ഹോർമൂസ് കടലിടുക്ക് എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ മേലെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെയാണ് ഇറാൻ എപ്പോഴും നിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ ശക്തി, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നത് ഇറാന്റെ വലിയ ഒരു ശക്തിയാണ്. അതോടൊപ്പം ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ സൈനിക ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും എപ്പോഴും ഭീതിയോടുകൂടിയാണ് ഇറാനെ നോക്കിക്കണ്ടത്. അതിന് പുറത്ത് സൈപ്രസ് ആക്രമിക്കപ്പെടുന്നു, ടർക്കി ആക്രമിക്കപ്പെടുന്നു, അസർബൈജാൻ ആക്രമിക്കപ്പെടുന്നു. സുന്നി ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാഖിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുന്നു. അപ്പോൾ ആ മേഖലയിലെ 14 രാജ്യങ്ങളിലേക്ക് അവർ മിസൈൽ ആക്രമണം നടത്തി. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, സ്വന്തം രാജ്യത്തിലെ പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അവരുടെ പരമോന്നത നേതാവിനെ ആദ്യ അറ്റാക്കിൽ തന്നെ നഷ്ടമാവുകയാണ്. അതിനുശേഷം അവർ ചെയ്ത നടപടികളാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത്. അതാണ് ഇന്ന് പെഷസ്കിയാൻ പറയുന്നത്. ഐ ഡീം ഇറ്റ് നെസസറി ടു അപ്പോളജൈസ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ദാറ്റ് വെയർ അറ്റാക്ട് എന്ന് പറയുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമല്ലേ അത്? തങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് കണ്ടുകൊണ്ടല്ലേ പെഷസ്കിയാൻ ആ ക്ഷമാപണം നടത്തുന്നത്? സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണോ ആക്രമിക്കപ്പെട്ടത്? അല്ല.
എണ്ണ ശുദ്ധീകരണശാലകൾ, ജനവാസ മേഖലകൾ പോലും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമാണ്. ആ നീക്കം തെറ്റായി പോയി എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുമ്പോൾ അവരുടെ ആകെയുള്ള പ്രതിരോധം വഴിതെറ്റി എന്നത് വ്യക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.